പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു. പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു. അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽപ്പുറങ്ങളിൽ എന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും. കൊഴുത്ത മൃഗങ്ങളും ആട്ടിൻകുട്ടികളും അവിടുത്തെ നാശ അവശിഷ്ടങ്ങൾക്കിടയിൽ മേയും. കർത്താവ് നീതിമാനായ ദൈവമായിരിക്കെ ഏതൊരു കാര്യവും കർത്താവ് നടപ്പിൽ വരുത്തുന്നത് നീതിയോടെ തന്നെയായിരിക്കും. നീതിമാനായ ഒരു രാജാവ് തൻ്റെ ജനത്തിൻ്റെ നഷ്ടങ്ങളെ എപ്പോഴും നികത്തുവാൻ പരിശ്രമിക്കുന്നത് പോലെ കർത്താവ് നീതിമാനായ ദൈവമായതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും നഷ്ടങ്ങളെ നേട്ടങ്ങളാക്കി തിരിച്ചു തരുവാൻ അവിടുന്ന് എപ്പോഴും ശ്രദ്ധാലുവാണ്. തിരുവചനത്തിൽ നാം കേട്ടതുപോലെ തൻ്റെ കുഞ്ഞാടുകളെ നല്ല മേച്ചിൽപ്പുറങ്ങളിൽ മേയുവാൻ അനുവദിക്കുന്ന കർത്താവ് അവയുടെ നാശ അവശിഷ്ടങ്ങൾക്കിടയിലും മേയാൻ അവയെ അനുവദിക്കുന്നുണ്ട്. നാളിതുവരെ നമുക്ക് നഷ്ടമായ പലതുമില്ലേ? അവസരങ്ങളാകാം, ജോലിയാകാം, സമ്പത്താകാം, സമാധാനമാകാം. എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും നമ്മുടെ നഷ്ടങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തുന്ന നീതിമാനായ കർത്താവ് അത് നേട്ടങ്ങളാക്കി നമുക്ക് തന്നെ തിരിച്ചു തരും. അതിനായി കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം: നമ്മൾ ഈശോയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ദൈവ മഹത്വത്തിനായി നിലകൊള്ളുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടണം. പിന്നീട് എല്ലാം കർത്താവ് നന്മയാക്കി നമുക്ക് തിരിച്ചു തന്നോളും. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.